നമസ്കാരം കുട്ടികളെ. കോശം ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഈ കോശത്തിനുള്ളിൽ അനുനിമിഷം എണ്ണിയാലൊടുങ്ങാത്ത ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവയെ പൊതുവെ ഉപാചയ പ്രവർത്തനങ്ങൾ എന്നും പറയുന്നു. ഉപാചയ പ്രവർത്തനങ്ങൾ നടക്കാൻ ഊർജം ആവശ്യമാണ്. ലഘുപോഷകങ്ങൾ കോശങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്നു. ഇവ പ്ലാസ്മയിലൂടെയാണ് കോശങ്ങളിൽ എത്തിച്ചേരുന്നത്. എന്നാൽ കോശത്തിലെ ഉപാചയ പ്രവർത്തനങ്ങൾക്ക് ലഘുപോഷകങ്ങൾ മാത്രം പോരാ, ഓക്സിജനും കൂടെ വേണം. ഇന്ന് നമുക്ക് ഓക്സിജൻ എങ്ങനെയാണ് കോശങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നൊന്ന് നോക്കാം. ദ്രാവക രൂപത്തിലുള്ള യോജക കലകളാണ് രക്തം. രക്തത്തിൽ പ്ലാസ്മയും രക്തഘടകങ്ങളും കാണപ്പെടുന്നു. രക്തത്തിൽ 55% പ്ലാസ്മയും 45% രക്തഘടകങ്ങളുമാണുള്ളത്. ഇളം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ് പ്ലാസ്മ. അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ് രക്തത്തിൽ കാണപ്പെടുന്നത്. ഇതിൽ അരുണ രക്താണുക്കളാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നത്. അരുണ രക്താണുവിന് ഡിസ്കിൻ്റെ ആകൃതിയാണുള്ളത്. 1 മില്ലി രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണ രക്താണുക്കൾ കാണപ്പെടുന്നു. ന്യൂക്ലിയസോ മറ്റ് കോശാംഗങ്ങളോ അരുണ രക്താണുക്കളിൽ കാണപ്പെടുന്നില്ല. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമും ചേർന്നാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമിലെ ഇരുമ്പാണ് ഓക്സിജനെ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതമുള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. വായു അറകളിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി രക്തലോമികളിൽ ഓക്സിജൻ എത്തുന്നു. രക്തലോമികളിലെത്തിയ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന തന്മാത്ര രൂപീകരിക്കുന്നു. ഓക്സി ഹീമോഗ്ലോബിനിൽ നിന്ന് എങ്ങനെയാണ് കലകളിലെ കോശങ്ങളിൽ എത്തിച്ചേരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്സി ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ സ്വതന്ത്രമാകുന്നത്. തുടർന്ന് സ്വതന്ത്രമാക്കപ്പെട്ട ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലൂടെ ഡിഫ്യൂഷൻ വഴി കലകളിലെ കോശങ്ങളിൽ എത്തിച്ചേരുന്നു. അവിടെയുള്ള ഊർജോൽപാദനത്തിൽ പങ്കാളിയാകുന്നു. എല്ലാവർക്കും ഓക്സിജൻ്റെ സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ്റെ പങ്ക് വ്യക്തമായല്ലോ അല്ലേ? ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകം ഇരുമ്പ് തന്മാത്രയാണ്. ഇരുമ്പടങ്ങിയ ഇലക്കറികൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ 100 മില്ലി രക്തത്തിൽ ശരാശരി 15 ഗ്രാം, സ്ത്രീകളിൽ ശരാശരി 13 ഗ്രാമും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. WIFS പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.